ഹലോ, ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു അടിപൊളി വെറൈറ്റി മന്തിയുമായിട്ടാണ് കേട്ടോ. അപ്പൊ നമ്മുടെ വീട്ടിൽ ചിക്കനും ബീഫും അതുപോലെ മട്ടനോ മീനും ഒന്നും ഇല്ലാതെ നിൽക്കുന്ന സമയം ഉണ്ടാവില്ലേ, അപ്പൊ ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു മന്തിയാണ് കേട്ടോ അത്. പിന്നെ ഇതിലേക്ക് വെറും എന്ത് മതി, മയോണൈസും സലാട്ടഹറൊക്കെ മതി കേട്ടോ. ടൊമാറ്റോ സോസ് ഒക്കെ ഉണ്ടല്ലോ, അല്ലാതെ ചിക്കനും മട്ടനും ബീഫും ഒന്നും വേണ്ട. അപ്പൊ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന മന്തിയാണ്. അപ്പൊ ഞാനിതിവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇത് എങ്ങനെയാണ് ഉണ്ടാക്കിയെന്ന് കണ്ടാലോ. പ്ലെയിൻ ആയിട്ടുള്ള മന്തി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു പാനിലേക്ക് 1/4 കപ്പ് സൺഫ്ലവർ ഓയിലാണ് ചേർക്കുന്നത്. സൺഫ്ലവർ ഓയിലൊക്കെ കുറച്ച് കൂടുതൽ ചേർക്കണം കേട്ടോ മന്തിയിൽ. പിന്നെ നമ്മളിതിലേക്ക് ചേർക്കേണ്ട സ്പൈസസ് ഇതൊക്കെയാണ് കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ 3 ഗ്രാമ്പുമാണ് എടുത്തിട്ടുള്ളത്. പിന്നെ ഒരു ചെറിയ കഷ്ണം കറുവപ്പട്ട, 3 ഏലക്ക, പിന്നെ ഒരു 1/4 ടീസ്പൂണിലും കുറവ് ചെറിയ ജീരകം, 1/2 ടീസ്പൂൺ വലിയ ജീരകം, 1/2 ടീസ്പൂൺ കുരുമുളക് മണി, പിന്നെ ഒരു ഉണക്കനാരങ്ങ എടുത്തിട്ടുണ്ട്, പിന്നെ ഒരു ബേ ലീഫ്, പിന്നെ മെയിനായിട്ട് വേണ്ടത് ചിക്കൻ മാഗി ക്യൂബാണ് കേട്ടോ. അപ്പോൾ 2 ചിക്കൻ മാഗി ക്യൂബ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ചിക്കൻ മാഗി ക്യൂബ് ഇനി ഇതിൽ കിടന്ന് മെൽറ്റ് ആയിക്കോളും, അല്ല പൊടിച്ചിട്ട് തന്നെ ചേർക്കണം എന്നൊന്നുമില്ല. അപ്പോൾ സ്പൈസസ് ഒക്കെ ഒന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചേർക്കുന്നത് സവാളയാണ്. അപ്പോൾ ഞാനൊരു മീഡിയം വലിപ്പത്തിലുള്ള സവാള കട്ട് ചെയ്തതാണ് ഇപ്പോൾ ഇതിലേക്ക് ചേർത്തിട്ടുള്ളത്. അപ്പോൾ എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി നമുക്കിതിലേക്ക് അടുത്തതായിട്ട് ചേർക്കേണ്ടത് പച്ചമുളകാണ് കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ 2 പച്ചമുളക് നെടുകെ കീറിയിട്ടൊന്നുമില്ല, അങ്ങനെ തന്നെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ സവാള നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കണം. സവാളയൊക്കെ ഇപ്പോൾ ഇവിടെ നല്ലപോലെ വാടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റാണ് ചേർക്കുന്നത്. ഞാനിപ്പോൾ വെളുത്തുള്ളി ഇഞ്ചിയും കൂടി നന്നായിട്ടൊന്ന് ചതച്ചാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റിൻ്റെ പച്ചച്ചുവ മാറിയതിന് ശേഷം ഇതിലേക്ക് 1 തക്കാളി പേസ്റ്റ് ആക്കിയതാണ് ചേർക്കുന്നത്. അപ്പോൾ വെള്ളമൊന്നും ചേർക്കാതെ മിക്സിയുടെ ജാറിലിട്ടിട്ട് അരച്ചിട്ടാണ് കേട്ടോ ഞാനിപ്പോൾ തക്കാളി ഇതിലേക്ക് ചേർത്തിട്ടുള്ളത്. ഇനി തക്കാളിയുടെ പച്ചച്ചുവ മാറുന്നത് വരെ ഇതൊന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ തക്കാളിയൊക്കെ നന്നായി വാടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മന്തി മസാലയാണ് ചേർക്കുന്നത്. ഞാനിപ്പോൾ 1 ടേബിൾ സ്പൂണാണ് കേട്ടോ ചേർക്കുന്നത്. അപ്പോൾ മന്തി മസാല തന്നെ വേണമെന്നില്ല, കപ്സ മസാലയോ അല്ലാന്നുണ്ടെങ്കിൽ അറബിക് മസാല ഉണ്ടല്ലോ അത് ചേർത്താലും മതി കേട്ടോ. അപ്പോൾ അറബിക് മസാലയൊക്കെ ഉണ്ടാക്കാൻ എല്ലാവർക്കും അറിയും, അപ്പോൾ അതുപോലെ ഒന്ന് പൊടിച്ചെടുത്താൽ മതി. അപ്പോൾ ഈ മസാല നല്ലപോലെ ഒന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കിതിലേക്ക് ചേർക്കേണ്ടത് ചൂടുവെള്ളമാണ് കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ 4 കപ്പ് ചൂടുവെള്ളമാണ് ഇതിലേക്ക് ചേർക്കുന്നത്. നമ്മൾ 2 കപ്പ് അരിയാണ് ചേർക്കുന്നത്. അപ്പോൾ 2 കപ്പ് അരി എടുക്കുമ്പോൾ 4 കപ്പ് വെള്ളമാണ് ചേർക്കേണ്ടത്. അപ്പോൾ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാം. പിന്നെ ഉപ്പിടുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം കേട്ടോ, കാരണം നമ്മൾ ചിക്കൻ മാഗി ക്യൂബ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതിൽ തന്നെ അത്യാവശ്യം ഉപ്പൊക്കെ ഉണ്ടാവും. അപ്പോൾ ഉപ്പ് കുറച്ച് ഇട്ടെടുത്താൽ മതി. അപ്പോൾ വെള്ളം നല്ലപോലെ തിളച്ചതിന് ശേഷം നമുക്കിതിലേക്ക് അരി ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ 2 കപ്പ് സെല്ല വൈറ്റ് ബസ്മതി റൈസാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. സെല്ല ബസ്മതി റൈസ് ആയതുകൊണ്ടാണ് 1 കപ്പിന് 2 കപ്പ് എന്ന രീതിയിൽ വെള്ളം എടുത്തിട്ടുള്ളത്. സാധാരണ ബസ്മതി റൈസ് ആണെന്നുണ്ടെങ്കിൽ 1 കപ്പിന് 1.5 കപ്പ് എന്ന രീതിയിൽ വെള്ളം എടുത്താൽ മതി കേട്ടോ. പിന്നെ ഞാനിത് 1 മണിക്കൂറാണ് വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ടുള്ളത്. 1 മണിക്കൂർ വെള്ളത്തിൽ കുതിർത്തതിന് ശേഷമാണ് നമ്മൾ പിന്നെ അരി വേവിക്കേണ്ടത്. ആ രീതിയിൽ എടുത്താലുള്ളൂ 1 കപ്പിന് 2 കപ്പ് എന്ന രീതിയിൽ വെള്ളം എടുത്താൽ കറക്റ്റായിട്ട് വേവുള്ളൂ. അപ്പോൾ നമ്മൾ എന്താണെങ്കിലും 1 മണിക്കൂർ വെള്ളത്തിൽ കുതിർത്തണം ഈ സെല്ല ബസ്മതി റൈസൊക്കെ ആവുമ്പോൾ. ഇനി നമ്മളിത് അടച്ച് വെച്ചിട്ട് നല്ല പോലെ ഒന്ന് തിളപ്പിക്കുക. തിളച്ചതിന് ശേഷം പിന്നെ ലോ ഫ്ലെയിമിലിട്ട് വേവിച്ചാൽ മതി. അപ്പോൾ ഇതിപ്പോൾ നല്ല പോലെ തിളച്ച് വന്നിട്ടുണ്ട്, കണ്ടില്ലേ. ഇനി നമുക്ക് തീ കുറച്ച് വെക്കാം കേട്ടോ. ഏറ്റവും കുറഞ്ഞ തീയിലിട്ട് അടച്ച് വെച്ച് വേവിക്കുക. ഇടയ്ക്ക് തുറന്നൊന്ന് ഇളക്കി കൊടുത്താൽ മതി. അപ്പോൾ കണ്ടോ, അപ്പോൾ റൈസിലെ വെള്ളമെല്ലാം വറ്റിയിട്ടുണ്ട്. പതുക്കെ ഒന്ന് ഇളക്കി കൊടുക്കുക. അടിയിൽ കുറച്ച് വെള്ളത്തിൻ്റെ ഒരു നനവ് ഇങ്ങനെ കാണാനുണ്ട്. അപ്പോൾ ഒന്നും കൂടി ഇളക്കി കൊടുത്തിട്ട് ഒന്നും കൂടി ഒന്ന് അടച്ച് വെക്കുക. ഒരു 5 മിനിറ്റ് ഒന്നും കൂടി ലോ ഫ്ലെയിമിൽ ഇട്ട് കഴിഞ്ഞാൽ വെള്ളത്തിൻ്റെ അംശമൊക്കെ കംപ്ലീറ്റ് ആയിട്ട് വറ്റി കിട്ടും. അപ്പോൾ ഞാനിതൊന്ന് അടച്ച് വെക്കട്ടെ. ഇപ്പോൾ 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ റൈസിൻ്റെ ജലാംശമൊക്കെ കംപ്ലീറ്റ് ആയിട്ടും വറ്റിയിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം. പിന്നെ മന്തിയൊക്കെ ആയതുകൊണ്ട് തന്നെ കളറിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇവിടെ കുറച്ച് മഞ്ഞൾപ്പൊടി കുറച്ച് വെള്ളത്തിലൊന്ന് മിക്സ് ചെയ്തിട്ട് ഈ ചോറിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ റെഡ് കളർ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ റെഡ് കളറൊക്കെ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി. ഞാൻ ഫോട്ടോ ഒക്കെ എടുക്കുന്നതുകൊണ്ട് ഒരു ഭംഗിക്ക് വേണ്ടി ചെയ്തു എന്നേ ഉള്ളൂ. പിന്നെ മന്തി ആയതുകൊണ്ട് സ്മോക്കി ഫ്ലേവർ കൊടുക്കണം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടി 2 ചെറിയ ചാർക്കോൾ കത്തിച്ചെടുത്തിട്ടുണ്ട്. ഇനി അതിൻ്റെ മുകളിലേക്ക് കുറച്ച് ഓയിലൊന്ന് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഉടനെ തന്നെ അടച്ചു കൊടുക്കുക കേട്ടോ. ചാർക്കോളിന് പകരം വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ചിരട്ട കത്തിച്ചതായാലും മതി. അപ്പോൾ ഒരു 10 മിനിറ്റാണ് ഞാനിപ്പോൾ ഇത് സ്മോക്കിംഗ് ഫ്ലേവർ കൊടുക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുള്ളത്. 5 മിനിറ്റ് ആയാലും മതി, പ്രശ്നമൊന്നുമില്ല. അപ്പോൾ ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്തതിന് ശേഷമാണ് കേട്ടോ ചാർക്കോൾ കത്തിച്ചതിലേക്ക് വെച്ചിട്ടുള്ളത്. അപ്പോൾ ചോറിനി പതുക്കെ ഒന്ന് ഇളക്കി കൊടുക്കുക. നമ്മുടെ റൈസിൻ്റെ യെല്ലോ കളറും അതുപോലെ റെഡ് കളറൊക്കെ എല്ലാ ഭാഗത്തും എത്തുന്ന വിധത്തിൽ. അപ്പോൾ നമ്മുടെ പ്ലെയിൻ മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റാണ്. ചിക്കനും ബീഫും മട്ടനും എഗ്ഗും ഒന്നും ഇല്ലെങ്കിലും നമുക്കിതുപോലെ പ്ലെയിൻ ആയിട്ട് മന്തി ഉണ്ടാക്കാം. പിന്നെ ഇതിൻ്റെ കൂടെ മയോണൈസും സലാട്ടഹറയും മാത്രം മതി, വേറെ ഒന്നും വേണമെന്നില്ല.
അപ്പൊ ഞാനൊന്ന് ടേസ്റ്റ് ചെയ്തിട്ട് പറയാട്ടോ എങ്ങനെ ഉണ്ടെന്ന്. അപ്പൊ ഇതിന്റെ കൂടെ മയോണൈസും പിന്നെ ടൊമാറ്റോ ചട്നി ഉണ്ടല്ലോ, നമ്മൾ സലാട്ട ഹറ അറബിക് ചട്നി, അത് മതി കേട്ടോ. അപ്പൊ ഞാൻ എന്താണെങ്കിലും ഇപ്പൊ ഒന്ന് കുറച്ച് ബീഫ് വരട്ടിയതൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പൊ അതിന്റെ കൂടെ സെർവ് ചെയ്യാന്ന് വിചാരിച്ചിട്ട് ഉണ്ടാക്കിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ മയോണൈസ് ഒന്നും ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ. അപ്പൊ ഞാനിപ്പോ വെറുതെ ചോറ് മാത്രം ഒന്ന് ടേസ്റ്റ് ചെയ്തിട്ട് പറയാം. നല്ല രസമുണ്ട്. നമ്മള് സ്മോക്കി ഫ്ലേവർ ഒക്കെ കൊടുത്തോണ്ട് തന്നെ നല്ല മന്തിന്റെ ടേസ്റ്റ് ആണ് കേട്ടോ. നല്ല രസമുണ്ട്. അപ്പൊ നിങ്ങൾക്ക് മയോണൈസും സലാട്ട ഹറ ഉണ്ടെന്നുണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. പിന്നെ ബീഫിന്റെ ചിക്കന്റെ ഒന്നും ആവശ്യമില്ല കേട്ടോ. അപ്പൊ കൂട്ടാനൊന്നും ഉണ്ടാക്കാൻ പറ്റാത്ത ദിവസം, അതുപോലെ നമ്മുടെ വീട്ടിൽ കൂട്ടാൻ വെക്കാനൊന്നും ഇല്ലാത്ത ദിവസങ്ങൾ ഉണ്ടാക്കാൻ പറ്റിയതാണ് കേട്ടോ. പിന്നെ തക്കാളി, സവാള, അതുപോലെ ചിക്കൻ മാഗി ക്യൂബ്, പിന്നെ ഈ ബസ്മതി റൈസ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് എളുപ്പം ഉണ്ടാക്കാം. അപ്പൊ നല്ല ഒരു അടിപൊളി റൈസ് തന്നെയാണ് ഈ പ്ലെയിൻ മന്തി റൈസ് കേട്ടോ. അപ്പൊ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എല്ലാവരും. എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്കും അറിയിക്കുക. പിന്നെ എന്നും പറയും വന്ന പോലെ തന്നെ വീഡിയോ ഇഷ്ടമായിക്കണമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. അപ്പൊ മറ്റൊരു കിടില റെസിപ്പി ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.